കണ്ടന്റുകൾ എവിടെ ഉണ്ടോ അവിടെ എന്തിന്റെ വെറൈറ്റി അത് ഞങ്ങളുടെ ചാനലിന്റെ ഇല്ല ഇനി നമ്മൾ മാത്രം ഉള്ളപ്പോ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി. അവിടുത്തെ പെണ്ണുങ്ങളോട് അത്ര ജോളി വീഡിയോ എടുത്തത് അന്റെ അനിയത്തി നല്ല കോമഡി ആണല്ലോ. അറിവില്ലായ്മയാണ്. നമുക്കിത് ഇങ്ങനെ നേരെ മുറിക്കാണ്ട് ഇങ്ങനെ വെറുതെ ആക്കാനൊന്നും പറ്റൂല. ഞാൻ ഒരു മീനോണ്ട് ആ പണി പാടില്ല. ഞാൻ നന്നാക്കൂ. കൗതുക ലേശം കൂടുതൽ മാപ്പാക്കണം. ഞങ്ങളവിടെ ഏറ്റവും വലിയ മീൻ തന്നെ നോക്കിയെടുത്തു. അപ്പൊ നമുക്കിനി മസാല തേക്കാം അല്ലെ? മസാലക്ക് എന്തൊക്കെയാ വേണ്ടത്? കുറച്ച് പൗഡറും കൺമശി, സാധാരണ മീനിന് തേക്കുക, ഉപ്പും മുളകും പൊടി, പിന്നെ എന്നിട്ടാ പേസ്റ്റാ. എന്താ ഇങ്ങനത്തെ പച്ചമുളക്? നമ്മുടെ ഇവിടെയൊക്കെ നീണ്ടതാ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോറും മീനും അച്ചാറും പിന്നെ ഉമ്മന്റെ സ്പെഷ്യൽ ഉപ്പിലിട്ടതും. വെറുതെ കളയണ്ടെന്ന് വെച്ച് തിന്നാണ്, എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ഇതുപോലത്തെ മോള് കഴിക്കണമെങ്കിൽ അതല്ലാണ്ട് മീൻ വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ടൊന്നും പറയണം. കറി കൂടി പോയല്ലോ മോളെ. ചിരി ചോറ് കഴിഞ്ഞിക്കണോ കണ്ടപ്പോളെ വിശക്കണേ. നിങ്ങൾ അറിഞ്ഞോ, മൈൽസ്റ്റോൺ ഇവന്റ്സിന്റെ കിഡ് സമ്മർ ക്യാമ്പ് ഈ വരുന്ന ഏപ്രിൽ 29, 30 തീയതികളിൽ കൊച്ചിയിൽ വെച്ച് നടക്കാണത്രേ. ഈ ഒരു സമ്മർ ക്യാമ്പിൽ അവരെ എന്റർടൈൻ ചെയ്യാനായിട്ട് ഒരുപാട് സെലിബ്രിറ്റീസും എത്തുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. ഇതെന്താണെന്നറിയോ? ചൂര. ഇതെന്താണെന്നറിയോ? ഷേക്ക് ചൂര. അപ്പൊ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യണവർക്കറിയാം എനിക്ക് ഈ കുക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു ആത്മബന്ധം. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഇത്രയും ദൂരം നമ്മുടെ പാലക്കാട് നമ്മുടെ നൗഫൽ ആൻഡ് ഫാമിലിയുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്നൊരു കുക്കിംഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ എന്താ പറയാ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടാണ് സാധാരണ ആൾക്കാർ ഒരു വീട്ടിലോട്ട് പോവുക. അപ്പൊ ഞാൻ ഈ മീനും കൊണ്ട് ഇപ്പൊ ഇവരുടെ അടുത്ത് വന്നിട്ടുള്ളത് നമുക്കൊരു അടിപൊളി കുക്കിംഗ് വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഓക്കെ, വലിയ മീന്റെ മണാവൂലോ. ഹലോ ഹലോ. മീൻ പിടക്കണ മീൻ കണ്ടിട്ടില്ല. സാധാരണ എല്ലാവരും ഫ്രൂട്ട്സും ഇതൊക്കെ ആയിട്ട് വരിക, ഈ മീനായിട്ട്. പക്ഷെ മൈക്ക് വെച്ചില്ലെങ്കിൽ പറഞ്ഞത് കേൾക്കൂല. ഇന്ന് അങ്ങ് ദൂരെ കൊച്ചിന്ന് ഈ മീനായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നീ നന്നാക്കൂ? ഞാൻ നന്നാക്കൂല. എനിക്ക് അല്ല, ഞാൻ സഹായിക്കും. ഞാൻ ശ്രമിക്കും നന്നാക്കാനായിട്ട്. നിങ്ങൾ മീൻ കൂട്ടാണോ നന്നാക്കാനാണോ? കഴിച്ച് സഹായിക്കും. ഓക്കെ, അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പം നൗഫലെ കണ്ടു. നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് മെയിൻ ആളല്ലേ നമ്മുടെ ഉമ്മാനെ കാണണം. ഉമ്മയാണ് ഇവിടെ തഗ് സ്റ്റാർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഉമ്മാനെയും ബേബിനെയും സിനുവിനെയും എല്ലാരും പോയി പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്കൊന്നൊരു സാധനം വന്നിട്ട്. ഹലോ, ഫ്രഷ് ആയിട്ട് ഇപ്പൊ പിടിച്ചോണ്ട് വന്നിട്ടുള്ളൂ. അല്ല, 2 ദിവസം വഴക്കണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാൻ മീനെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ബാക്കി ഫുൾ ഇങ്ങളെ കഴിവാ. അവിടെ ആരോ കരയുന്നുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. നിങ്ങൾ പറയും, ഞാൻ അതുപോലെ ചെയ്യും. ഓക്കെ. ഉണ്ടാക്കാറില്ല. എനിക്ക് തിന്നാ ശീലമുള്ളൂ. അമ്പതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അമ്മയല്ല ഉമ്മ. ഞാൻ അമ്മേന്നാ വിചാരിച്ചിട്ട്. അല്ല, സോറി. അല്ല, ഞാൻ ഇപ്പഴേ പഠിച്ചു വരണുള്ളൂ. വീട്ടിലധികം നിന്നിട്ടില്ല. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കാം. തിന്നാൻ അറിയോ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞണ്ടുകറി ഉണ്ടാക്കിയതിന്റെ സമ്മാനാണ് ഇവിടെ ഇരിക്കണത്. അല്ല, പൊട്ടി തെറിച്ചേ. അന്നോളം വലിപ്പുണ്ട് മീന്. ഇതാരാ? എന്നെ കണ്ട് പേടിച്ചിട്ടോ. ഇതാരാ? ഹലോ ഹലോ. നമ്മളെന്താ എന്താ ഉണ്ടാക്കാൻ വേണ്ടി? നിങ്ങള് പറയും. അനക്ക് ഇഷ്ടമുള്ള എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ മീൻ അങ്ങനെ കൂട്ടലില്ല. പിന്നെ എന്നാലും ഞാനും മീൻ കൂട്ടലില്ല. പിന്നെ ആരാ കൂട്ടാ? അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ പറയുമെങ്കിലും ഞാൻ ചിലപ്പോ അവിടെ നിന്ന്
ചോറ് കുഴപ്പമില്ല, നമുക്ക് മീനാണെങ്കിൽ പൊള്ളിച്ചതോ പൊരിച്ചതോ എന്തെങ്കിലും ഉണ്ടാക്കാം. അതെ, ഇതെന്താ ഉണ്ടാക്കണ്ടത്? എന്തുണ്ടാക്കും നമുക്ക് മീൻ പൊരിച്ചത് ഉണ്ടാക്കാം അല്ലെ? മതിയോ? അതല്ലേ പെട്ടെന്ന് എളുപ്പപ്പണി. പൊരിച്ചുണ്ടാക്കാം. അധികം പണിയെടുക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ സാധനം എന്താ? പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു സാധനമല്ല, എല്ലാം പണിയെടുക്കണം. എല്ലാം പണിയെടുത്താലേ തിന്നാൻ പറ്റുള്ളൂ. അന്ന് നിങ്ങള് പറഞ്ഞോളി, എല്ലാം നിങ്ങൾക്ക് വിട്ടാൻ നിൽക്കണം. എന്താ വെച്ചാൽ പണിയെടുക്കാത്തവർക്ക് എളുപ്പമാണ്. ഇരുത്തി അപമാനിക്കാണല്ലോ എന്നൊക്കെ. ഓക്കെ, എന്താ ചെയ്യാ? പൊരിക്കാലേ? പൊരിക്കാലേ? ഇത് ചാറ് വെക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചാറ് ചൂര ചാറ് വെക്കൂല. അല്ല, മുളക് ഇട്ടത് മുളകിടൂലേ? ചിലപ്പോ ഹോട്ടലിലൊക്കെ പോകുമ്പോ പൊറോട്ടയ്ക്ക് നിങ്ങള് ഭയങ്കര കുക്കാന്ന് എനിക്കറിയാം. ഞങ്ങള് വീഡിയോസ് ഒക്കെ ഞാൻ ഇടയ്ക്ക് റെഫറൻസിന് വേണ്ടിട്ട് ഇത് നോക്കലുണ്ട്, റെസിപ്പീസ് ഒക്കെ നോക്കലുണ്ട്. സിനൂസ് കിച്ചൺ. അപ്പൊ എന്തായാലും ഐശ്വര്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സാധാരണ ഞാൻ പറയട്ടെ, നമ്മൾ കുറെ ഇന്റർവ്യൂ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് ഫ്രൂട്ട്സ് കൊടുത്തു തന്നിക്കണേ, പിന്നെ ഗിഫ്റ്റ് ബോക്സ് കൊടുത്തു തന്നിക്കണേ. ആദ്യമായിട്ടാണ് മീൻ പിടിച്ചത്. വെറൈറ്റി, ഞങ്ങള് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പ്രത്യേകത എന്താ? വെറൈറ്റി കണ്ടന്റുകൾ എവിടെ ഉണ്ടോ എന്തിന്റെ വെറൈറ്റി? ചാനലിന്റെ പറയണെന്ന് പറയും, ഇംഗ്ലീഷ് ഒന്നും പറയരുത്, പണി പാടും. വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ്സ് എവിടെ ഉണ്ടോ അവിടെ ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഉണ്ട്. മനസ്സിലായാ? മൈൽ സ്റ്റോൺ ഒന്ന് പറയും നോക്കട്ടെ. ഒന്ന് പറയും കേക്കട്ടെ, ഒന്ന് പറയും കേക്കട്ടെ. ഇതിപ്പോ അത് നമ്മള് ഹോട്ടലിലേക്ക് ഇതിന് പോയപ്പോ എന്താ പറഞ്ഞ് മിൽസ് വേണോന്ന്. അതല്ല, അപ്പൊ നമ്മൾ മിഞ്ഞാണ് അളിയന്റെ ഹോട്ടലിൽ പോയപ്പോ എന്ത് പ്രൈവറ്റ് എന്താ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞത്, അത് മാറിപ്പോയി. അതേമാതിരി മീൽസ് വേണോന്ന് ചോദിച്ചു. മീൽസ് ഒന്നും വേണ്ട, ഒരു പറ്റി ചോറാട്ടിക്കാറുണ്ട്. എന്നിട്ട് അവിടുത്തെ പെണ്ണുങ്ങൾ പറഞ്ഞത്ര നമ്മള് വീഡിയോ കണ്ടിട്ട് അന്റെ അനിയത്തി നല്ല കോമഡി ആണല്ലോ. അറിവില്ലായ്മയാണ് നിങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് വെട്ടണ്ട്. ഇത് വെട്ടണം, തല വെട്ടി വേറെ വെക്കാം. ഉടല് നമുക്ക് എന്താ തില്ല, തലയും ഉടലൊക്കെ ഉള്ളതിന് തല വെട്ടോ? തല വെട്ടോ? എങ്ങനെ പൊരിച്ച? നമുക്കിത് ഇങ്ങനെ നേരെ മുറിക്കാണ്ട് ഇങ്ങനെ വെറുതെ ആക്കാനൊന്നും പറ്റൂല. ഇത് കാട്ടം തിന്നു, ഞാൻ മുറിക്കാണ്ട് വെക്കണമെങ്കിൽ ഇതിന്റെ മാതിരി വരെ. അല്ല, നമ്മള് ഹോട്ടലിലൊക്കെ കാണൂലേ വലിയതായിട്ട് ഫുള്ളായിട്ട്. ഓല് ഇതിന്റെ തലയും ഈ കാട്ടും കളയും. ഇതിങ്ങനെ വരഞ്ഞിട്ട് നല്ല മസാല തിരുമ്പിയിട്ട് ചട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എളുപ്പം? ഏതും എളുപ്പല്ല. ഏതും എളുപ്പമല്ല, രണ്ടിനും പണി. ഒരു മീനോണ്ട് ആകെ പണി നന്നാക്കണമെങ്കിൽ ഞാൻ നന്നാക്കൂ. നിങ്ങളത് മുറിച്ചു തരോ? മുറിച്ചിട്ട് ഉള്ളിൽ ഞാൻ നന്നാക്കാം. ശരി, നന്നാക്കി എവിടെ വെച്ച് നന്നാക്കൂ? ഇതിന്റെ എതളും ഇതൊക്കെ ഉണ്ട് കേട്ടാ. കത്തിരിയൊക്കെ ഉണ്ട് ഇവിടെ. കത്തിരിയൊക്കെ ഉണ്ട്. ഇതെല്ലാം നന്നാക്കൂല, അറിയൂല. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കാം. പോയിട്ട് ഉമ്മാനോട് പറ, ഹാജറാത്താന്റെ കൂടെ പോയിട്ട് മീൻ നന്നാക്കൽ. നിങ്ങളെ പേര് ഹാജറാന്നാ? അതുവരെ അത് യൂട്യൂബ് കണ്ടിട്ടില്ല. നിങ്ങളെ പേര് ഉമ്മാന്ന് പറയുള്ളൂ, പേര് കറക്റ്റ് അറിയില്ല. അപ്പൊ നമുക്ക് മീൻ മുറിക്കാം. മറ്റേതവിടെ അടിയത്തെടുത്തു. പോകുമ്പോഴത്തെ മീൻ പൊരിച്ചത് മീൻ നന്നാക്കുന്നത്. ഇതാണ് വാല്. വാല് ഇതതിന്റെ ചിറക്. ഇങ്ങനെ തന്നെയല്ലേ കത്തിരി പിടിച്ച അല്ലേ? ഞാൻ മുറിക്കണോ? മുറിച്ചു. എവിടെ മുറിക്കണ്ടേ? ഇവിടെ. ഇത് മുറിക്കണോ? ഇതെന്താന്നറിയോ? ഇതതിന്റെ ചിറക്. അതിന് ജീവല്ലേ മുറിച്ച? ഇത് മുറിയണില്ല. അപ്പൊ ജീവൻ വേണം മക്കളെ. ജീവല്ലാത്ത പോലും ഇതിന് നിക്കാൻ പാടില്ല. നിങ്ങള് ജീവൻ നിങ്ങൾക്ക് മുറിയണില്ല. കത്തിരി മൂർച്ചല്ല തോന്നാമത്. അതിനിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയില്ല. ഇത്ര നേരം എനിക്ക് ജീവനില്ലാതെ കരുവാനോടെ പോയിട്ട് ആദ്യം കത്തിരി മുറിച്ചാക്കി. കത്തി എടുക്ക്. അത് പിന്നെ നമ്മള് അയിലൊക്കെ നന്നാക്കാനേ പറ്റുള്ളൂ. കത്രിക വെച്ച് നടക്കൂല. അപ്പൊ നമുക്ക് കത്തിയില് മുറിക്കാം അല്ലേ? നോക്കട്ടെ, ഇങ്ങനെയാണ് മുറിച്ച. പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്താൽ എവിടെ എത്തുമ്പോഴേക്കും പോണോ? അതെ, ഇതാട്ടോ. ഇത് മുറിച്ചില്ലേ? അതിന്റെ വാല് വേണമെങ്കിൽ ഞാൻ മുറിക്കാം. അല്ല, ഇതുണ്ട് ഒരു ചിറക് കൂടി. ഒരു ചിറക് ഞാൻ മുറിച്ചു. ഈ കജിമ മുറിയാക്കിയിട്ട് പോണ്ടട്ടോ ഇവിടുന്ന്. ഇല്ല, കത്തിരിനേക്കാൾ നല്ല കത്തിയല്ലേ? പക്ഷെ ഇതിനൊരു ഗുമ്മിട്ടണില്ല. ചോറൊന്നുമില്ല ഇന്ന് രാവിലെ വരുമ്പോ കഴിച്ച്.
ഇതെന്താ വരാത്ത? കുട്ടി എനക്ക് അതൊന്നും അറിയില്ല. എനക്ക് യൂട്യൂബ് ആയിട്ട് നടക്കാൻ തന്നെ ആയിക്കോളൂ. ഇതൊക്കെ പഠിച്ചണം. അല്ലെങ്കിൽ നാട്ടിൽ പള്ളേത് വരുമ്പോ അതൊന്നും പഠിച്ചൂല. ഒക്കെ നമ്മള് ഇവിടെ വന്നപ്പോ പിന്നെ പഠിച്ചിക്കണല്ലോ. അതെ. കല്യാണം കഴിഞ്ഞില്ലല്ലോ? ഇല്ല, അത് ഇനി സമയം. അല്ല, കുക്ക് ചെയ്യാനായി. ഞാൻ മാഗിയുടെ ആളാ. ഞാൻ കഴിഞ്ഞ ദിവസം പറയില്ല, 2 കറി ഉണ്ടാക്കി. 2 കറി ഞാൻ കണ്ടേനി. ഇതിന്റെ കുടിക്കണോ? പുടിക്ക് വേണ്ട. ശരിക്കും മീനിന്റെ കടയിലൊക്കെ പോകുമ്പോ അവര് എത്ര പെട്ടെന്ന് ഇത് കട്ട് ചെയ്യണേ. നിങ്ങളിത് കട്ട് ചെയ്യുമ്പോഴാണ് അവരുടെ ഓലിക്ക് അതിന്റെ സർവീസ് ഉണ്ട്, ഞങ്ങൾക്ക് ഇല്ലേ. എക്സ്പീരിയൻസ് അല്ലേ. മീനിന്റെ പകുതിയൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ. ശരി, അപ്പൊ അത് ശരിയായില്ലേ. ഇനി നമുക്ക് വട്ടത്തിൽ നിന്ന് അങ്ങോട്ട് വാലി വാല്. വാല് എളുപ്പാ അല്ലേ? കുറച്ച് ഉപ്പ് വേണം. ഓ, ഞാൻ വേണേ പിടിക്കാം. ഞാൻ മുറിക്കാം. ഒരു മീനിനെ നിങ്ങൾ ഇപ്പൊ 2 കാട്ടി കൂട്ടണേ. വിചാരിക്കണം പോലെ. ഞാൻ എനിക്ക് ഈ മീനിന് എനിക്ക് ഭയങ്കര സ്മെല്ല്. എനിക്ക് നിങ്ങളെന്താ മീൻ കൂട്ടാത്തത്? ആണും പെണ്ണും കൂടി വ്യത്യാസം ഉണ്ടോ നോക്കട്ടെ. നടക്കൂല. ഇതിന്റെ എല്ലിന് ഭയങ്കര ബലാണ്. അതാണ്, അല്ലാണ്ട് നമുക്ക് ശക്തി ഇല്ലാത്തോണ്ടല്ലോ മീനിന്റെ എല്ലിന് ഭയങ്കര ബലായി. ശരി, ഇപ്പൊ ശരിയായി. ഇപ്പൊ ശരി. ഇനി നടുക്കുന്ന കീറാ അല്ലേ? ഇതിന് കൊറേ വാലുണ്ടല്ലോ. വാലല്ല, ചിറക്. വാലൊന്നും തന്നെ ഉള്ളു. ചിറക്. ഇത് നീന്തണതാണേ കടൽക്കട. ബാക്കിയൊക്കെ ഇഴയ ചോര. അതെ, ശരി. ഇനി തല മുറിച്ചല്ലേ? കണ്ണും കുറച്ച് അങ്ങോട്ട് വെച്ച് മുറിച്ചോളി, ചോര വരും. അല്ല, തല മുറിച്ച പോരെ? തല എന്തായാലും മുറിക്കണ്ടേ? തല മുറിക്കണോ? തല മുറിക്കണോ? തല കഴിക്കും നിങ്ങള്? ഇല്ലല്ല, ഓന് ഉടലേ കഴിച്ചൂല. തല എന്താ ഇങ്ങനെ തുടക്കണ എന്താന്നറിയോ? എനിക്ക് ഇങ്ങനെ ഇവിടെ ചതയാവണ എനിക്ക് ഇഷ്ടമല്ല. അല്ല, ഓസിഡിന്റെ അല്ല, വെള്ളയല്ല. ഇങ്ങനെ മുറിച്ച ഓർക്കണ്ട, ഏത് നേരത്താണ് ഇവര് ഇന്റർവ്യൂ കൂടി വിളിക്കാൻ. ഞാൻ പറഞ്ഞേ കുറച്ചു നേരം അപ്പോഴാണ് മീനായിട്ട് വരുന്നേ. ഞാൻ സത്യത്തിൽ ഞാൻ ഇന്ന് മീൻ വാങ്ങാൻ പോവാൻ നിക്കായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ഞങ്ങള് പറഞ്ഞ മീനായില്ലേ ഇപ്പൊ? ഓസിഡ് കിട്ടി. മീനിന്റെ പോസ്റ്റ്മോർട്ടം കഴിച്ചിക്കണ്. ഇങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിച്ചല്ലേ? അല്ല, നിങ്ങള് നോക്കട്ടെ, കൈ മുറിയൂ. നിങ്ങളേക്ക് പൈസ വാങ്ങിട്ടാ പോകും. ഞാൻ പ്രൊഡ്യൂസറുടെ നമ്പർ എനിക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി കട്ട് ചെയ്തോളി. നിങ്ങൾ ഇഷ്ടം പോലെ കട്ട് ചെയ്താളി. ഞാൻ ഇഷ്ടം പോലെ കട്ടുന്ന നിങ്ങൾ തിന്നണം. അത് നമ്മള് തിന്നും. നമ്മുടെ ഇഷ്ടമല്ല, നമ്മളിഷ്ടോ. ഒന്നും കൂടി കട്ട് ചെയ്യാനേ. പച്ച മീൻ തിന്നിക്കണോ? ഞാൻ പറയട്ടെ, ഇതിപ്പോ നിങ്ങൾ കൊണ്ടുവരുമ്പോ മീന് ഇത്ര ഉണ്ടായിരുന്നു. ഇത്രയും വലിയ മീൻ ഇപ്പൊ അമ്മക്ക് വെക്കാതെ അമ്മക്ക് വെക്കാറുണ്ട് മീനിന്റെ മാറ്റിക്കോളി, കുഴപ്പമില്ല. നിങ്ങള് പച്ചമീൻ തിന്നിക്കണോ? തിന്നിക്കില്ല. പിന്നെ അങ്ങനല്ല, ഞാൻ തിന്നിക്കില്ല. ഒരു കഷ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് കഴിച്ചോക്ക്. എനിക്ക് വേണ്ട. ഇത് മറ്റേ ഇത് കണ്ടിരിക്കണ പോലെ. ഇത് ശരിക്ക് മീൻകാര് കട്ട് ചെയ്യാ, മുറിക്കില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലുടി മറ്റേ ബീഫൊക്കെ കട്ടണ പോലെ ആവുന്നില്ല. ഇതിപ്പോ ഞാൻ തന്നെ കട്ട് ചെയ്യേണ്ടി വരും. എല്ലാത്തിനും എന്റെ സഹായം വേണം. അങ്ങനെ പിന്നെ ചെറുതാക്കി വെട്ടണം കേട്ടോ. വെന്തോട്ടെ, ഇത്ര പോലെ. ഉരുളക്കിഴങ്ങ് പൊരിക്കൂല, അതേമാതിരി ചെറുത്. ഇത് കറുപ്പ് ചൂര തന്നെയാണ്. കറുപ്പ് സൂര്യനാ? ചൂര. കറുപ്പ് വെളുപ്പൊക്കെ ഉണ്ട് ഇതില്. ഉണ്ട്, വെള്ള ചൂര ഉണ്ടാവും, കറുപ്പ് ചൂര ഉണ്ടാവും. ഇത് കറുപ്പാണ്. ഞങ്ങളവിടെ അലർജി ആണോ? ഞങ്ങളവിടെ ഏറ്റവും വലിയ മീൻ തന്നെ നോക്കിയെടുത്ത്. വാങ്ങിയിരുന്നില്ല. ചെറിയത് എത്ര മീൻ ഉണ്ടാവും ഇവിടെ. അപ്പൊ നമ്മളെ ചൂര നമ്മള് കഴുകി വൃത്തിയാക്കി. ഇനിയിപ്പോ ഇതിനകത്ത് മസാല തേക്കണം.
ഇവിടെ ഇത്രയും വലിയ കിച്ചൺ ആയിട്ട് ഒരു മേശയുടെ കുറവും കൂടെ ഉണ്ട്. മേശ ഉണ്ടല്ലോ. ആ ഇതാ ഇത് ഈ മേശന്റെ ഒരു ചെയറാണ്. ആ ഞാൻ മീൻ ഇടട്ടെ, അന്ന് പിടിച്ച് ഇങ്ങോട്ട് വലിച്ചോക്കെ. ഇതാ ആ ഇതാ ആ ആ ഇത് കൊള്ളാലോ. അതിനുശേഷം നമുക്ക് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഹാളില് ഉണ്ട് മേശ, ഡൈനിങ് ടേബിൾ ഉണ്ട്. പക്ഷെ ഞാൻ അധികം കിച്ചണിൽ ഇവിടെ ഇരുന്നാ കഴിക്കല്ലേ. അപ്പൊ പിന്നെ കൊറേ ആളൊന്നും ഇല്ലല്ലോ, 2 ആളല്ലേ ഉള്ളു. അധികം ആളുകളപ്പോ ഇവിടെ ഇരുന്നിട്ട് കഴിക്കലാ. ഇപ്പൊ ഒരു കുക്കറി ഷോ സെറ്റപ്പിൽ ഭയങ്കര വലിയൊരു ടേബിളും ആയി നമുക്ക്. ഇനി ഇതിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് സവാള കരിയാ എല്ലാം ചെയ്യാ. നിങ്ങളെ ഒരു ഐഡിയ. നമ്മളൊരു ഐഡിയ കിച്ചൺ എങ്ങനെ ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയാ. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഇങ്ങനത്തെ ഒരു തീം, ഒരു ഇംഗ്ലീഷ് സെറ്റപ്പ്. അത് ഞാനിങ്ങനെ ഐക്യ പോയി ബാംഗ്ലൂര്. അപ്പൊ അവിടെ ഇതേമാതിരി കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചിക്കണേ. അപ്പൊ ഞാൻ നല്ല ഫോട്ടോ എടുത്തിട്ട് അതേമാതിരി ഇവിടെ സെറ്റ് ചെയ്യും. ഇത് നല്ല വെറൈറ്റി ഐഡിയ കേട്ടോ. വൈറ്റ് കിച്ചൺ കൊണ്ടെടുക്കാൻ പണിയാണ്. ചുമ്മ ഇവര് 2 ആള് നല്ല വൃത്തിക്ക് കൊണ്ടെടുക്കൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ വീട് ഇരുന്നിട്ട് 4 മാസമായി. ഓ പക്ഷെ നല്ല പുത്തം പോലെ. കാരണം ഇപ്പൊ പണ്ടത്തെ പേരാന്ന് വെച്ച് കഴിഞ്ഞാല് ഫുള്ള് കറുപ്പ് ടൈലൊക്കെ ഉണ്ട്. അത് പുക പിടിച്ചാൽ അറിയാതിരിക്കാൻ പറ്റും. ഇതെന്തായാലും പുക പിടിച്ചാൽ അറിയുമല്ലോ. അപ്പൊ ഇവരെന്നെ കഴിഞ്ഞ പാട് തുടച്ചോളും. മറ്റേത് പിന്നെ തുറക്കാന്ന്. ഇതതില്ല അപ്പപ്പ അടുപ്പ് കത്തിച്ചാണ് ഇവിടെ ഇങ്ങനെ അറിവും. അടുപ്പ് കത്തിച്ച കൈ പോകും. അടുപ്പ് കത്തിച്ച അയക്കൂല. പിന്നെ നമ്മള് കിട്ടുക. പിന്നെ ഇപ്പൊ കത്തിക്കണ എന്താ, ഇവിടെ 3 അടുപ്പുണ്ട്. ഇതൊരു സ്പെഷ്യൽ അടുപ്പാ. അതൊരു സ്പെഷ്യൽ അടുപ്പാ. അത് നമ്മള് അതിന് കൊറേ അടുപ്പുണ്ട് ഇല്ലേന്ന് വെച്ചാൽ ഞാൻ ഇത് എന്തിനാന്നറിയോ, ഞാൻ ഗ്രില്ല് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അതിനുള്ള സെറ്റപ്പുള്ള എല്ലാ സാധനവും ഇതിലുണ്ട്. നമുക്ക് ഈ സാധനം കണ്ടോ, ഇത് ഓവണാ. ഓവനോ? ആ അതായത് മീൻ പൊരിച്ചു കഴിഞ്ഞാല് ഈ അടുപ്പിന്റെ ചൂട് എപ്പോഴും ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അതാകുമ്പോ പൂച്ച കൊണ്ടാവില്ല. മീൻ പൊരിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതാണ്ട് അടച്ചിട്ട് കഴിഞ്ഞാല് ഈ അടുപ്പിന്റെ ചൂട് എപ്പോഴും ഇതിലുണ്ടാവും. നാച്ചുറൽ ആയിട്ട് എപ്പോഴും ചൂടുണ്ടാവും ചെയ്യും, പൂച്ച കൊണ്ടുപോകും ചെയ്യില്ല. പിന്നെ ഇതിന്റെ ഉള്ളിലാണ് നമ്മള് വിറകിടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് വെണ്ണീറൊക്കെ എടുക്കില്ലേ, ഇത് നമ്മള് കവാബൊക്കെ ചൂടാൻ വേണ്ടിട്ട് ഒരുപാട് സെറ്റപ്പുള്ള അടുപ്പാണിത്. ഭയങ്കര ബുദ്ധിയുള്ള മോനാണല്ലേ. ബുദ്ധി ഉണ്ടാകൊണ്ടാണ് ഇങ്ങനെ ആയത്. എന്തായി ഈ പെരങ്ങനെ ആയത് അല്ലെ പൊട്ടിത്തരാൻ നാട്ടിൽ ഉണ്ടാവുമോ? ഇവിടെ നിക്കുമ്പോ നമുക്ക് മസാല ആക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഞാൻ നിക്കാം, നിങ്ങൾ പറഞ്ഞാ മതി. വേറൊരു വിറ്റുണ്ട്, അത് കിച്ചണില് നല്ല രസമാണ്. പക്ഷെ ഇത് എല്ലാവരും നെഗറ്റീവൊക്കെ ആയിട്ട് ചിന്തിക്കും. ഇതാണ് നമ്മുടെ കിച്ചണിലേക്കുള്ള മസാലകൾ ചേർക്കണ പൊടി. പക്ഷെ ഇതിലൊക്കെ ഇംഗ്ലീഷ് എഴുതി വെച്ചോണ്ട് ചിക്കൻ മസാല, സാമ്പാർ മസാല എല്ലാം ഉമ്മാക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതാ, ഈ 3 സാധനം. ഇത് നമ്മൾ എന്താക്കിയിട്ടില്ല, പേര് എഴുതിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഉമ്മാക്ക് അറിയൂ, കളറ് നോക്കിയാൽ മനസ്സിലാവും. ബാക്കിയുള്ളതൊന്നും ഉമ്മ അധികം എടുക്കാത്ത സാധനങ്ങളാണ്. സാമ്പാർ മസാല. ഇത് വൈഫിന് കിച്ചൺ ചാനലല്ലേ, ഒരു ചാനലുണ്ട്. അപ്പൊ ഓളെന്താക്കണം, ഓള് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ചാൻഡിയറിൽ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഉമ്മക്ക് എന്താന്ന് വെച്ചാൽ ഇത് അറിയാത്തോണ്ട് ഉമ്മ ഈ പോലീസ് നായക്കൾ മണക്കണ മാതിരി മണത്ത് നോക്കിട്ട് പോലീസുകാരല്ല, പോലീസ് നായ മണക്കുക. പോലീസുകാർക്ക് മണക്കുന്ന. ഓക്കെ, അപ്പൊ നമുക്കിനി മസാല തേക്കാം അല്ലെ. മസാലക്ക് എന്തൊക്കെയാ വേണ്ടത്? കുറച്ച് പൗഡറും കൺമശി, ലിപ്സ്റ്റിക് സാധാരണ മീനിൽ തേച്ച് കൊടുക്കുക. അല്ല, പെണ്ണുങ്ങൾക്ക് മസാലക്ക് എന്താ തേച്ച് കൊടുക്കുക? പിന്നെ ഉപ്പ് വേണം, ഉപ്പും മുളകും പൊടി, പിന്നെ എന്തുട്ടാ പേസ്റ്റാ, കോൾഗേറ്റ്, ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി, ചെറിയുള്ളി. നിങ്ങൾ അവിടെ ഒന്നും കൂട്ടൂല? ഒരു നേരം പൂച്ചകളാ, നേരെ അടുപ്പിലേക്ക് ഇടുക. എറണാകുളത്തൊക്കെ കൂട്ടും. ഇതൊക്കെ ഉണ്ട്. കൊല്ലത്തില്ല. മകളൊരു മകളില്ലേ കൊല്ലം, ഒരു മകള് തമിഴ്നാട്, ചെന്നൈ. ചെന്നൈ. ഞാൻ എവിടെ ഉള്ളതെന്ന് അരീക്കോട്. കാലിക്കറ്റ് അല്ല, മലപ്പുറം ജില്ല തന്നെയാണ്. അതായത് ഉമ്മ മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ചപ്പോ ഉമ്മ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഇന്നൊരു കുട്ടിയും കൂടി ഉണ്ട്, അതിനെ ഞാൻ എടുത്തേക്കേ കെട്ടിക്കോളൂ പറഞ്ഞു. മൂത്ത മകളുടെ വീട്ടിൽ പോകണമെങ്കിൽ 5 മണിക്കൂർ, രണ്ടാമത്തെ മകളുടെ വീട്ടിൽ പോകണമെങ്കിൽ 9 മണിക്കൂർ. അതെ, പിന്നെ ഓല് പിന്നെ പ്രേമിച്ച് കെട്ടോണ്ട്
പ്രേമത്തിന്റെ കണ്ണും മൂക്കില്ലാന്ന് പറഞ്ഞിരിക്കണ്. അതുകൊണ്ട് ദൂരം ഒന്നും അറിഞ്ഞില്ല. ഇപ്പൊ നല്ലോണം അറിയുന്നുണ്ട്. നല്ലോണം അറിയാം. കാരണം ഓളിപ്പോ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് കൂട്ടിക്കൊണ്ടണം. അപ്പൊ ആരെ വിളിച്ചു കഴിഞ്ഞാലും ഇത്ര ദൂരം ഞങ്ങൾ വരില്ല, ഓരോരുത്തർക്ക് വരാൻ വയ്യ, പിന്നെ പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കണ്ണും മൂക്കൊക്കെ നല്ല ദൂരം കുറച്ച് എടുത്തേക്ക് നോക്കൂ. അതെ, ഇനി സ്നേഹിക്കുന്നവർ അടുത്ത് നോക്കിയാ മതി എന്നൊക്കെ. പക്ഷെ അവർക്ക് ശരിക്കും കണ്ണും മൂക്കും ഇല്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പെങ്ങള് ഒരു ടാപ്പിലിരുന്ന് അളക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 അടി ഉണ്ടാവുള്ളൂ, 4 അടി. ചക്കരയോ? ആ, ഓന് എത്ര അടി ഉണ്ടാവും അറിയോ? ഓര് തമ്മിൽ 2 ആൾക്കുള്ള വ്യത്യാസമുണ്ട്. അതായത് എന്റെ അളി എത്ര ഉണ്ട്, പെങ്ങൾ ഇത്ര ഉള്ളൂ. അപ്പൊ പിന്നെ ശരിക്കും പറഞ്ഞവര് പ്രേമത്തിന് കണ്ണും മൂക്കില്ല. പക്ഷെ സുഖമായി ജീവിച്ചു പോണം. സുഖാണ്, ദൂരൊക്കെ കെട്ടിച്ചാലും വേണ്ടില്ല. അതെ. ബുദ്ധിമുട്ട്. ഈ ഇഞ്ചി ഞാൻ നന്നാക്കണോ? കത്തി വേണം. ഇതിൽ ഏത് കത്തി വേണം? എല്ലാവിധ സാധനവും നമ്മുടെ എല്ലാവിധ സാമഗ്രികളും അതായത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സ്പൂണിന്റെ കളക്ഷനാണ്. അതായത് വൈഫ് ഓൺലൈനിൽ കണ്ട അപ്പ സാധനം ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്തിട്ടുള്ള സാധനം. ഈ സ്പൂണൊക്കെ നോക്കുക, ഫുള്ള് പേസ്റ്റൽ കളർ സ്പൂണാണ്. ഭയങ്കര എസ്തെറ്റിക് ആയിട്ടല്ല സെറ്റ് ചെയ്തേക്കണം അല്ലേ? കത്തി എവിടെ? കത്തി ഇതൊക്കെ കത്തിയല്ല. ഇത് കത്തിയാ? സോറി ഇത് കത്തിയാണ്. ഇത് കത്തിയാണ്. ഈ കത്തി ഇതൊക്കെ വീഡിയോക്ക് വൃത്തിണ്ടാകാൻ വേണ്ടിട്ട് ഇതാക്കണതാ. പക്ഷെ നല്ല രസം കേട്ടോ അതങ്ങനെ സെറ്റ് ചെയ്തിട്ട്. കണ്ടിട്ടുണ്ട് കേട്ടോ. എന്താ അല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കമന്റുകൾ വന്നിട്ട് ഞങ്ങൾ ഇല്ലാണ്ടായിരിക്കണം. കമന്റ് ഒക്കെ കാണുമ്പോ നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോ ആരാ ആദ്യം ഡൗൺ ആവാ? എനിക്കറിയില്ല വായിക്കാനൊന്നും. ഉമ്മാക്ക് പിന്നെ പ്രശ്നമില്ല, വായിക്കാനത്തോണ്ട്. ആർക്കാ? എനിക്കോ പ്രശ്നമില്ല, വൈഫിന് ഭയങ്കര പ്രശ്നം. ഓള് നന്നായിട്ട് റിപ്ലൈ കൊടുക്കും ചെയ്യും. ഓൾക്ക് ഇഷ്ടപ്പെടാത്ത നന്നായിട്ട് റിപ്ലൈ കൊടുക്കും. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ എനിക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റൂല. കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഭയങ്കര ബാധിക്ക. നെഗറ്റീവ് ഇത് വന്നാലല്ലേ? ഓലാണ് പറഞ്ഞോട്ടെ, നമുക്ക് എന്താ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോ ഇതിനകത്തല്ലല്ലോ ജീവിക്കണേ. നെഗറ്റീവ് എന്തായാലും ഇപ്പൊ ഒരു ഇതുണ്ടാവുമല്ലോ. ഉണ്ടാവും. അതിനിപ്പോ എവിടുന്നാണെങ്കിലും ഉണ്ടാവും. ഇങ്ങനെ ഇഞ്ചി കിട്ടുക, ഇഞ്ചി എങ്ങനെയാലും നമുക്ക് ഇഞ്ചി മൊത്തം തൊലി കളയണോ? അത്രയും ഇഞ്ചി വേണോ? എത്ര വേണം ഇഞ്ചി? ഇത് ഫുള്ള് വേണോ? ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ച സാധനങ്ങൾ ഉണ്ടാവും ഫ്രിഡ്ജിൽ, ചിലപ്പോ ഉണ്ടാവും. അപ്പൊ പിന്നെ കട്ട് ചെയ്യണ്ട. നമ്മള് വെളുത്തുള്ളി നന്നാക്കി, മറ്റേ ചെറിയുള്ളി നന്നാക്കി, ഇഞ്ചി നന്നാക്കി, പിന്നെന്താ, പിന്നെ ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ എല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ആയി. നമ്മുടെ മസാലയൊക്കെ ഉള്ളത് ഇതൊക്കെ പാടിട്ട് അടിക്കും കേട്ടോ. എവിടെ അടിക്കൂ? നെഞ്ഞത്ത്. ഇതൊക്കെ ഓക്കെ. ഇവിടെ നമ്മളെ മിക്സി കണ്ട 3 സൈഡുള്ള മിക്സി. അല്ല, അങ്ങനെയല്ല. ഈ വീട് പണിയെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അറിയോ? എന്താ? എല്ലാത്തിനും അതേതായ പോയിന്റുകൾ ഇട്ട് വെക്കുക. പോയിന്റ് ഇട്ട് വെച്ചിക്കണോ? ഇത് മിക്സിക്കുള്ള പോയിന്റ്, ഇത് ഓവനുള്ള പോയിന്റ്, ഇത് ഫ്രിഡ്ജിനുള്ള പോയിന്റ്. അപ്പൊ പിന്നെ ചിലവരെന്താക്കും, ഈ ഒരു മിക്സി ഈ അടുക്കള 4 ഭാഗത്തുണ്ട്, എന്നിട്ട് അവിടെയൊക്കെ ഇവിടെ മൊത്തമാകും. ഇതിവിടെ മാത്രം ക്ലീൻ ചെയ്താൽ മതി. ശരിയാണ്. പിന്നെ ഈ പ്ലഗിനും കേടുണ്ടാവില്ല, ഈ വയറിനും കേടുണ്ടാവില്ല. ആദ്യം നമ്മള് കണ്ടറിഞ്ഞാൽ ഇതേ ഭയങ്കര എക്സ്പീരിയൻസ്ഡാ. 2 കറിവേപ്പില ഇടുന്നുണ്ട്. 2 കറിവേപ്പിലയും പച്ചമുളക് ഇടണോ? ഇതെന്താ ഇങ്ങനത്തെ പച്ചമുളക്? നമ്മുടെ ഇവിടെയൊക്കെ നീണ്ടതാ. ഞങ്ങളവിടെ ഉണ്ട്. ഒരു മീൻ അങ്ങോട്ട് എടുക്ക, മീൻ ഇങ്ങനെ ഒരു അടി കൊടുത്തിട്ട് കുറച്ച് മസാല ഇങ്ങോട്ട് എടുക്ക. മസാല ഇങ്ങനെ 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 അങ്ങ് തേക്കോണ്ടി. എന്താ ഏയ് മസാല തികങ്ങിയില്ല അല്ലേ? തികയാത്ത മീനുമ്പോ മാറ്റി വെക്കും, നാളെ എടുക്ക. അങ്ങനെ മാറ്റി വെച്ച് 2 കിലോ മീൻ മാറ്റി വെച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് വേണ്ട, അമ്മ കഴിച്ചോളി. ഞങ്ങൾക്കുണ്ട്, ഉമ്മ കഴിച്ചോളി. ഞാൻ മീൻ വല്ലാണ്ട് തിന്നില്ല കേട്ടോ. ചൂര കഴിക്കൂല. മത്തി കൊടുത്തിട്ട് ചട്ടിപ്പൊളി മത്തിപ്പുളി ഇവരുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് മത്തി വാങ്ങാന്ന്. അപ്പൊ എനിക്ക് മത്തി ഇഷ്ടമല്ലോ. അടിപൊളി മത്തി വാങ്ങിയിട്ട് നമുക്ക് പൊരിച്ചിട്ടുണ്ടെങ്കിലോ പിന്നെ ഒന്നും നോക്കണ്ടല്ലേ. ഞാനുള്ള മസാല മൊത്തം തേച്ചാളാ. നമുക്കിനി നമ്മുടെ പെരട്ടിയ മീനിനെ അങ്ങോട്ട് പൊരിക്കാം. ഓക്കെ, അപ്പൊ കത്തിച്ചട്ടോ. ഇവിടെ നമ്മള് പാറ്റനെ ആട്ടണം. പാറ്റേ? അതാ ഇവിടെ പാറ്റ. ഓ സോറി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മുളക് പൊരിച്ച മീനിനെ പൊരിക്കാം. ഓക്കെ, ഇടട്ടെ.
കനല്ലാത്തോട്ടോ. ആ എന്താ അവന്റെ മഴ ഇതൊക്കെ മെഹറിന്റെ ഉമ്മ കണ്ടാലേ എന്റെ ഉമ്മ പണിയെടുക്കുന്നു അതെ എന്റെ ഉമ്മക്ക് ഒരു അറ്റാക്ക് വരുത് എന്താ ഇപ്പൊ ഇവിടെ നടക്കണേ മനസ്സിലാവാണ്ട്. അപ്പൊ ഞാൻ എൻ്റെ അമ്മ എപ്പോഴും അന്നെ കൊണ്ട് പെട്ടിട്ട് അതെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇനിയിപ്പോ വീട്ടിൽ വരുമ്പോ പറയൂ ഒരു വാഴയില പൊട്ടിക്കാനോ. അതെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാഴയില പൊട്ടിച്ചു കേട്ടോ. നമുക്ക് വാഴയില കിട്ടിയിട്ടുണ്ട്. വാഴയിലയിൽ പൊരിച്ച മീൻ ഫ്രൈ. നോക്കട്ടെ ട്ടോ. ഓ സെറ്റ്. പണി പാളിയാലോ. ഒത്തില്ല അല്ലേ? ഒത്തില്ല. ഇവിടെ നല്ല രീതിക്ക് പാളി. ഇതെന്താ പറയാ, ആലിലെ വാഴയിലാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആലിലയുടെ ഷേപ്പിൽ അയക്കണം. ഞാൻ ഒരു ഈ റൗണ്ട് കിട്ടിക്കോട്ടെ വൃത്തിക്കാക്കാലോ. അതിന് ചെറിയ ഇല കൊടുത്തിട്ടേ വലിയ ഇല ആണ്. രസങ്ങളൊന്നും പറഞ്ഞു നോക്കി. രസം ഉണ്ടാക്കണോ? രസം ഉണ്ടോ നോക്കുന്നത്? അത് പുരുഷ ഈ കാതിട്ടന്റെ കമ്മല് കവച കുണ്ടലോ. നമ്മുടെ മീൻ റെഡി. ഓക്കെ അപ്പൊ നമ്മളെ ഫിഷ് ഫ്രൈ റെഡി അല്ലേ? ഇവിടെ വാഴയിലയിലൊക്കെ പൊതിഞ്ഞല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് സൂപ്പർ ആക്കുന്നുണ്ട്. നമുക്കിനൊരു സവാളയും കൂടെ അരിഞ്ഞ് കളർഫുൾ ആക്കാം. കണ്ടാ ഇത്ര എന്ത് വലിയ മീനാന്നറിയോ? കിടക്കണ കിടപ്പ് കണ്ടോ? അപ്പം നമ്മളെ മീൻ രസമുണ്ട്. അടിപൊളി. ഇത് കിട്ടിയത് എഞ്ചി. മീനല്ലേ എഞ്ചി. അങ്ങനെയുണ്ട്. അടിപൊളി. സൂപ്പറായി. ഹോട്ടൽ സ്റ്റൈലായി. ഓക്കെ അപ്പൊ നിങ്ങൾ എന്നെ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും. ഇത്രോ വലിയ മീനെ ചെറുതാക്കി അതെ ബാക്കി നാളെക്കും. ഓള് പൊരിച്ചതാട്ടോ. നല്ല കുറ്റം പറഞ്ഞോ. ഉപ്പ് കുറച്ച് കുറവെന്തെങ്കിലുള്ളൂ. എങ്ങനെയുണ്ട്? നിങ്ങളെ ഒരു ഇതായോ? മീൻ്റെ രുചി അങ്ങനെയല്ല, ഭയങ്കര കുക്കല്ലേ? രസമുണ്ട്. ഞാൻ പൊതുവെ മീൻ കൂട്ടാത്ത ആളാണ്. മീൻ കൂട്ടി നോക്കാം. ഉമ്മ നിങ്ങളോട് കഴിക്കി. ഞാൻ തിന്നുപോയി. കുറച്ചുകൂടെ കഴിക്കി. പൊളിയാണ്. അല്ല നിങ്ങൾക്ക് വേണ്ടേ മക്കളെ? മെഹറിന് നല്ലൊരു ഭാവി ഉണ്ട്. അതെ മസാല തേച്ചത് ഞാനായോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ അപ്പൊ നമ്മുടെ ചോറും മീനും അച്ചാറും പിന്നെ ഉമ്മന്റെ സ്പെഷ്യൽ ഉപ്പിലിട്ടതും നമുക്ക് ഒരു പിടി ചോറ് കഴിഞ്ഞിക്കണോ? ഇല്ല ചോറ് കണ്ടപ്പോഴേ വിശക്കണേ. ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഇവിടെ നമ്മളെ ബേബിയും സിനു ഉണ്ട്. ബേബിക്ക് കൊടുക്കാനായില്ല. ബേബിക്ക് കൊടുക്കാൻ. എങ്ങനെയുണ്ട്? അടിപൊളി. എന്താ നോക്കണേ? കുറച്ചാണ് അല്ല ഉമ്മ മാത്രമേ കൂട്ടാത്തുള്ളൂ. ഞാൻ ആണോ? ഉമ്മക്ക് ഇഷ്ടമല്ല? അല്ലേ ഉമ്മ മാത്രം വാരി തരാതെ എനിക്ക് ഇഷ്ടമാണ്. എന്താ പറഞ്ഞാട്ടോ? ഉമ്മക്ക് ആരും വാരി കൊടുക്കാൻ ഇഷ്ടല്ല അല്ലേ? ഇഷ്ടല്ല. കെട്ടിയാനും കൂടി വാരി തരുന്ന ഇഷ്ടല്ല. വാരി തന്നിട്ടില്ല എന്നാലും പറയാ. എനിക്ക് ഈ ഒരാൾ കൈയിട്ട ചോറില്ലേ തിന്നൂല. ഞാൻ കൈയിട്ട് വെച്ചേക്ക് നിങ്ങള് അണ്ണൻ തന്നൊക്കെ തിന്നില്ലല്ലോ. അത് പിന്നെ എങ്ങനെയാന്നറിയാം, ഇങ്ങനെ കൈയിട്ട് തിന്നില്ല. അതൊക്കെ നിങ്ങൾ കളഞ്ഞിട്ട് നല്ല ചോറ് മാത്രം അല്ല ഇങ്ങനെ കൈയിട്ട്. ഇവിടെ ഞാൻ കൈയിട്ട് അളിമ്പതൊക്കെ തിന്നലുണ്ട്. പക്ഷെ ഞാൻ ഓള് കൈയിട്ട് ഞാൻ വല്ലാതെ തിന്നലില്ല. പക്ഷെ ഓളൊന്നൊക്കെ തിന്നു. എനിക്ക് കിട്ടലില്ല. നല്ല ചോറും അച്ചാറും ഉപ്പിലിട്ടതും പുളിയിഞ്ചിയും മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ അടിപൊളി ഊണ് കഴിച്ചു. അപ്പം നമുക്ക് ഉണ്ടാക്കി ഊണ് കഴിക്കണമെങ്കിൽ അതെ ഇതുപോലത്തെ ഊണ് കഴിക്കണമെങ്കിൽ വീട്ടിൽ വെക്കുക. അതല്ലാണ്ട് മീൻ വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ടൊന്നും വരരുത്. ഓക്കെ ബൈ ബൈ.